സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും ശക്തമായ വനിതാ മുഖങ്ങളിലൊന്നായി ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന യുവ നേതാവ് വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ CPM നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടുകൂടിയായി അവർ മാറിയിരിക്കുന്നു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് CPIയെ പ്രതിനിധീകരിച്ച് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ അംഗമായിരുന്ന ശ്രീനാദേവി ആ പദവിയും CPIയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്വവും രാജിവെച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വമെടുത്തത്. തുടർന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയെ ഏതുവിധേനയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുവാൻ CPI നടത്തിയ നീക്കങ്ങൾക്ക് ജനകീയ മുന്നേറ്റത്തോടുകൂടി അവർ മറുപടി നൽകുകയും ഇടതുമുന്നണിയുടെ കോട്ടയായ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് തുടർച്ചയായ രണ്ടാം വട്ടവും അവർ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ശ്രീനാദേവി അവതരിപ്പിച്ച വാദമുഖങ്ങൾ പലപ്പോഴും ഇടതുമുന്നണിയുടെയും CPMൻ്റെയും മുഖം മൂടി വലിച്ചു കീറുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ശ്രീനാദേവി അവരുടെ ഒരു പ്രഖ്യാപിത ശത്രുവാണ്. ആദ്യഘട്ടത്തിൽ ശ്രീനാദേവിയെ താറടിക്കുവാൻ രാഹുൽ മാങ്കൂട്ടവുമായി അവരെ ചേർത്ത് വെച്ചുകൊണ്ട് അപവാദ കഥകൾ പ്രചരിപ്പിക്കുന്ന തിടുക്കത്തിലായിരുന്നു CPM പ്രൊഫൈലുകൾ. എന്നാൽ ഇതെല്ലാം മുനയൊടിഞ്ഞ ആരോപണങ്ങളായി മാറിയപ്പോൾ ജനങ്ങൾ ഇതെല്ലാം തള്ളിക്കളഞ്ഞതോടെ അധികാര ദുർവിനിയോഗം നടത്തി ശ്രീനാദേവിയെ ഏതെങ്കിലും വിധത്തിൽ കൽത്തുറങ്കിൽ അടയ്ക്കുവാൻ കഴിയുമോ എന്നുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഏറ്റവും ഒടുവിലായി അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വാദമുഖങ്ങൾ എന്ന് പറയുന്നത് റേഷൻ കാർഡിൽ അവർ വ്യാജമായി പേര് ചേർത്തു എന്നതാണ്. ഇതിൻ്റെ പേരിൽ വ്യാജരേഖകൾ ചമച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീനാദേവിക്കെതിരെ ക്രിമിനൽ കേസ്, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി എടുക്കുവാനും അവരെ ജയിലിലടയ്ക്കുവാനുമുള്ള നീക്കങ്ങളും ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ സംഭവത്തിൻ്റെ തുടക്കവും ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കഥകളും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഈ ഭരണകൂടം നടത്തുന്ന ഭരണകൂട ഭീകരതയുടെ ഏറ്റവും നല്ല ഉദാഹരണമായിരിക്കും അത് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ റേഷൻ കാർഡ് വിവാദം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു സുപ്രഭാതത്തിൽ സഹോദരങ്ങളായ മൂന്ന് യുവാക്കൾ ഒരു പരാതിയുമായി താലൂക്ക് സപ്ലൈ ഓഫീസറെ സമീപിക്കുകയാണ്. തങ്ങളുടെ മേൽവിലാസത്തിൽ തങ്ങളുടെ അമ്മയുടെ റേഷൻ കാർഡിൽ തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ശ്രീനാദേവി കുഞ്ഞമ്മ അവരുടെ പേര് ചേർത്തെടുത്തിരിക്കുന്നു എന്ന പരാതിയാണ് ഇവർ നൽകിയത്. തുടർന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അവർ നിർദ്ദേശിച്ച 3-4 പേരിൽ നിന്ന് ഹിയറിംഗ് നടത്തി മൊഴി ശേഖരിച്ച ശേഷം ശ്രീനാദേവിയുടെ റേഷൻ കാർഡിലെ പേര് നീക്കം ചെയ്യുകയും അവരുടെ റേഷൻ കാർഡ് റദ്ദ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ശ്രീനാദേവി വ്യാജരേഖ ചമച്ചതിൻ്റെ പേരിൽ അവർക്കെതിരെ കേസെടുക്കുവാൻ സാധ്യതയുണ്ടോ എന്നാരാഞ്ഞ് പോലീസും ഇപ്പോൾ റേഷൻ ഓഫീസറിൽ നിന്ന് പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ശ്രീനാദേവി എങ്ങനെയായിരിക്കും ആ റേഷൻ കാർഡിൽ പേര് ചേർത്തിട്ടുണ്ടാവുക എന്നതാണ്. ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന 3 സഹോദരങ്ങളുടെയും അമ്മയുടെ പേരിലുള്ളതാണ് ഈ റേഷൻ കാർഡ്. ഈ സ്ത്രീ എന്ന് പറയുന്നത്, അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അമ്മയുടെ ഫസ്റ്റ് കസിനാണ്. ഇത്തരത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അമ്മയുടെ ഫസ്റ്റ് കസിൻ്റെ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സഹോദരൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിൽ ശ്രീനാദേവി റേഷൻ കാർഡിൽ പേര് ചേർത്തതും തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതും. ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന സംഭവങ്ങളായിരുന്നു ഇതെല്ലാം. അന്നെല്ലാം ശ്രീനാദേവി CPIയുടെ പ്രവർത്തകയായിരുന്നു, CPIയുടെ നേതാവായിരുന്നു, CPIയുടെ പ്രതിനിധിയായിട്ടാണ് അവർ ആദ്യമായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചതും വിജയിച്ചതും. അത്തരത്തിൽ CPI നേതാക്കളുടെ കൂടി അനുഗ്രഹാശിസുകളോടെ CPI നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് അവർ ഭരിക്കുന്ന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരാണ് ശ്രീനാദേവിയുടെ പേര് റേഷൻ കാർഡിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് കൃത്യമായിട്ടുള്ള രേഖകളും, അതായത് അവർക്ക് റേഷൻ കാർഡ് ഉടമയായിട്ടുള്ള തൻ്റെ അമ്മാവിൻ്റെ ഭാര്യയായിട്ടുള്ള സ്ത്രീയുമായുള്ള ബന്ധം സ്ഥാപിക്കുന്ന രേഖകളും ഇതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്നു. ശ്രീനാദേവി ആ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷത്തിലധികമായി പത്തനംതിട്ടയിലെ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോന്നിരുന്നത്. ഇതിനായി ആ വീടിൻ്റെ ഒരു താക്കോലും ശ്രീനാദേവിയുടെ കയ്യിലുണ്ടായിരുന്നു. ശ്രീനാദേവിക്ക് ഈ അമ്മയെന്ന് പറയുന്നത് സ്വന്തം മകൾക്ക് തുല്യമായിരുന്നുവെന്നും ഈ 3 പരാതിക്കാരായ സഹോദരങ്ങളുടെയും സഹോദരി ശ്രീനാദേവിക്ക് സഹോദരിയെ തുല്യയായിരുന്നു എന്നുമുള്ളത് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇനി ഈ പരാതിക്കാരായിട്ടുള്ള സഹോദരങ്ങളുടെ പശ്ചാത്തലമാണ് നാം മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ട ഈ പരാതിക്കാരിലെ മൂത്ത സഹോദരനാണ് ശ്രീനാദേവിക്കെതിരെ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ തൻ്റെ അടുത്ത ബന്ധുവായ തൻ്റെ സെക്കൻഡ് കസിനായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയുമായി തനിക്കോ കുടുംബത്തിനോ യാതൊരു ബന്ധവുമില്ല എന്ന് അയാൾ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെടുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പോലും പരിശോധിക്കാൻ നിൽക്കാതെയാണ് മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വിവാദ നായകൻ്റെ യഥാർത്ഥ ചരിത്രവും അയാളുടെ സ്വഭാവ ഗുണങ്ങളും കൂടി നാം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ശ്രീജിത്ത് S. പിള്ള എന്നാണ് ഇയാളുടെ പേര്. ഇയാളെ സത്യത്തിൽ 2019 അയാളുടെ മാതാപിതാക്കൾ തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ടുള്ളതാണ്.
ഇയാൾ 3 വിവാഹം ഇതുവരെ കഴിച്ചിട്ടുണ്ട്. ഇയാളുടെ മൂന്നാം ഭാര്യയ്ക്ക് പ്രായം 22 വയസ്സാണെങ്കിൽ, അവരൊരു മുസ്ലിം യുവതിയാണെങ്കിൽ ഇയാളുടെ ഒന്നാം ഭാര്യയിലുള്ള കുട്ടിയുടെ പ്രായം 17 വയസ്സാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ 3 വിവാഹങ്ങൾ കഴിക്കുകയും ഇതിൽ ആദ്യ ഭാര്യ പോലീസിനെ സമീപിച്ച് തൻ്റെ മകളെ കാണുന്നതിൽ നിന്ന് ഇയാളെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പരാതി നൽകിയിട്ടുള്ളതായും ഞങ്ങൾക്കറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പരാതിക്കാരായിട്ടുള്ള 3 സഹോദരങ്ങളെക്കുറിച്ചും റേഷൻ കാർഡ് ഉടമയായിട്ടുള്ള അവരുടെ മാതാവ് യശോദ തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതാണ്. തൻ്റെ ആൺമക്കൾ തന്നെ സംരക്ഷിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യശോദ പോലീസിനെയും അധികൃതരെയും സമീപിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിമാസം 1000 രൂപ വീതം 3 മക്കളും അമ്മയ്ക്ക് നൽകണമെന്നുള്ള ഒരു ഉത്തരവും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബന്ധുവായ മറ്റൊരു യുവതിയെ കടന്നുപിടിച്ചതിൻ്റെ പ്രകോപനത്തിലാണ് ഇയാളെ ഇയാളുടെ വീട്ടിൽ നിന്ന് ഇയാളുടെ അമ്മ അടിച്ചിറക്കി എന്നുള്ളതും വസ്തുതയാണ്. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ശ്രീനാദേവിയെ തനിക്ക് അറിയുക പോലുമില്ല എന്നും ശ്രീനാദേവി വ്യാജമായി റേഷൻ കാർഡിൽ തൻ്റെ അമ്മയുടെ റേഷൻ കാർഡിൽ പേര് ചേർത്തു എന്നുള്ള പരാതിയുമായി ഇയാൾ അധികൃതരെ സമീപിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇയാൾക്ക് ഒത്താശ ചെയ്യുന്ന അധികൃതർ യഥാർത്ഥത്തിൽ ഭരണകൂട ഭീകരത നിർവഹിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി മറ്റൊരു വസ്തുത കൂടി നാം ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളുടേത് എന്ന് അവകാശപ്പെടുന്ന വീട്ടിലാണ് ശ്രീനാദേവി കഴിഞ്ഞ 5 കൊല്ലമായി താമസിക്കുന്നത്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ ശ്രീനാദേവിയുടെ അമ്മയുടെ സഹോദരനായിരുന്നു. അമ്മയുടെ സഹോദരൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അവരുടെ 4 മക്കളുടെയും, അതായത് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന 3 സഹോദരങ്ങളുടെയും അവരുടെ സഹോദരിയുടെയും പേരിലായിരുന്നു ഈ വീടിൻ്റെ ഉടമസ്ഥാവകാശം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ സഹോദരിയുടെ വീതത്തിൻ്റെ പകുതി ഇപ്പോൾ അവർ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് എഴുതി നൽകിയിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഈ വീടിൻ്റെയും ആ വീടിരിക്കുന്ന പുരയിടത്തിൻ്റെയും 5 അവകാശികളിൽ ഒരാൾ കൂടിയാണ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ. ഇത്തരത്തിൽ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് അവർക്ക് ഉടമസ്ഥാവകാശമുള്ള ടൈറ്റിൽ ഡീഡിൽ അവർക്ക് അവകാശമുള്ള വീട്ടിൽ നിന്ന് ശ്രീനാദേവി റേഷൻ കാർഡിൽ പേര് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് തെറ്റ് എന്ന് ചോദ്യത്തിന് മറുപടി പറയേണ്ടത് താലൂക്ക് സപ്ലൈ ഓഫീസറും സംസ്ഥാന സർക്കാരും തന്നെയാണ്. ഇത്തരത്തിൽ സ്വന്തം ഉടമസ്ഥതയുള്ള വീട്ടിൽ നിന്നും പുരയിടത്തിൽ നിന്നും ശ്രീനാദേവിയെ അടിച്ചിറക്കി വിട്ടുകൊണ്ട് തൻ്റെ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ഒരു വ്യക്തി ആ സ്വത്ത് അവരുടെ കാലശേഷം കൈക്കലാക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ശ്രീനാദേവി തടസ്സം സൃഷ്ടിക്കുമോ എന്ന ഭയവും ഇയാൾക്കുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയും ഈ ഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുവായ ഒരു യുവതിയെ കടന്നു പിടിച്ചതിനാണ് ഇയാളെ വീട്ടിൽ നിന്നും മാതാപിതാക്കൾ അടിച്ചിറക്കിയത്. ആ വിഷയത്തിൽ ഇയാളെ വീട്ടിൽ കയറ്റാതിരിക്കാൻ മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് അവർക്കൊപ്പം ശക്തമായി നിലകൊണ്ടതിൻ്റെ പകയും ഇയാൾക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയോടുണ്ട്. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ തൻ്റെ മാതാപിതാക്കൾക്ക് ഒരു മകളെ പോലെയായിരുന്നു എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളുടെ സ്വന്തം സഹോദരി അവരുടെ പകുതി വീതം അല്ലെങ്കിൽ പകുതി അവകാശം ശ്രീനാദേവിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ ഈ വസ്തുതകളെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ശ്രീനാദേവി കുഞ്ഞമ്മ വ്യാജമായി റേഷൻ കാർഡിൽ പേര് ചേർത്തുവെന്നും അതിനവർ വ്യാജരേഖ ചമച്ചുവെന്നും ഇതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ അവരുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം നഷ്ടമാകും എന്നെല്ലാമുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. ഈ ഘട്ടത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ നടത്തിയിട്ടുള്ള പ്രതിരോധ നീക്കം അക്ഷരാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനെയും സിവിൽ സപ്ലൈസ് വകുപ്പിനെയും വെട്ടിലാക്കുന്നതാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തൻ്റെ റേഷൻ കാർഡിൽ നിന്ന് പേര് നീക്കം ചെയ്ത നടപടിയെ ചോദ്യം ചെയ്ത് കോടതിയിൽ ഇവർ താലൂക്ക് സപ്ലൈ ഓഫീസർക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ അന്വേഷിച്ചെത്തിയാൽ CPIയുടെ ഈ അന്തർനാടകങ്ങൾ പുറത്തുവരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവർക്കെതിരെ പരാതി നൽകിയതിന് പിന്നിൽ പത്തനംതിട്ട ജില്ലയിലെ CPIയുടെ ഉന്നത നേതാവായിട്ടുള്ള AP ജയന് പങ്കുണ്ടോ എന്നും ശ്രീനാദേവിയുടെ കുടുംബം സംശയിക്കുന്നുണ്ട്. കാരണം ഈ പരാതി നൽകുന്നതിന് ഏറെക്കുറെ 10 ദിവസം മുമ്പ് പരാതിക്കാരനായിട്ടുള്ള ശ്രീജിത്ത് ശ്രീനാദേവിയുടെ വീട്ടിലെത്തി ശ്രീനാദേവിയുടെ അമ്മയെ കാണുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് അയാൾ പറഞ്ഞത് AP ജയൻ തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും ശ്രീനാദേവിക്കെതിരെ ഇത്തരത്തിൽ പരാതി നൽകിയാൽ ലക്ഷങ്ങൾ തനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുമായിരുന്നു. മറ്റൊരു രീതിയിൽ ഇയാൾ പറഞ്ഞു വെച്ചത് തനിക്ക് കുറേ പണം നൽകുകയാണെങ്കിൽ ശ്രീനാദേവിക്കെതിരെ താൻ പരാതിപ്പെടുകയില്ല എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇത് ഗൗനിക്കാതെ ശ്രീനാദേവിയുടെ അമ്മ അയാളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു. ഒരു അധ്യാപികയായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അമ്മ ഈ സംസ്ഥാനത്തും രാജ്യത്തും നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് തൻ്റെ മകൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നറിയാവുന്നതിനാൽ ഇയാൾക്ക് പണം വാഗ്ദാനം ചെയ്യുവാൻ വിസമ്മതിച്ചത്. എന്നാൽ ഇതിൽ പകമൂത്ത ഇയാൾ AP ജയനിൽ നിന്ന് പണം വാങ്ങിയിട്ട് നടത്തുന്ന കുൽസിതമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് ശ്രീനാദേവിയെ ലക്ഷ്യമിട്ടുള്ള ഈ കള്ളക്കേസിന് പിന്നിലെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടതുണ്ട്.
ഏതൊക്കെയാണെങ്കിലും അടുത്ത ബന്ധുവായിട്ടുള്ള ഒരു യുവതിയെ തനിക്കറിയുക പോലുമില്ല എന്നും ഇവർ തൻ്റെ ബന്ധുവല്ല എന്നും ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ വീമ്പിളക്കുന്ന ചെറുപ്രായത്തിൽ തന്നെ 3 വിവാഹം കഴിക്കുകയും അതിലാദ്യ 2 പേരെയും ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടറെങ്കിലും പഠിച്ചിട്ട് വേണമായിരുന്നു താലൂക്ക് സപ്ലൈ ഓഫീസറും പോലീസുകാരുമെല്ലാം ശ്രീനാദേവി വേട്ടയ്ക്കിറങ്ങുവാൻ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വസ്തുതകളും സത്യങ്ങളും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.